അപ്പൊ നമ്മുടെ എല്ലാരും ചോദിച്ചൊരു കാര്യമാണ് നമ്മുടെ 10 രൂപ ചിക്കൻ ബിരിയാണിയുടെ രഹസ്യം എന്താണെന്ന്. അപ്പൊ അണ്ണാ ചിക്കൻ പോടുവാ. അപ്പൊ നമ്മുടെ ചെമ്പ് അങ്ങോട്ട് വെച്ച് വെങ്കായം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സവാളയും നല്ല അടിപൊളി എണ്ണ ഇട്ടിട്ടുണ്ട്. ഇനിയാണ് ബാക്കി സാധനങ്ങൾ നമ്മൾ 10 രൂപ ബിരിയാണിയുടെ രഹസ്യം എന്ന് കളിയുണ്ട്. അണ്ണാ ഇതന്നെ ഉണ്ട്. അപ്പൊ വെളുത്തുള്ളിയാണ് ഇപ്പൊ ഇട്ടത്. ഈ ഒരു ബിരിയാണി വേറെ ലെവലാണ്. വെള്ളം അണ്ണ വെള്ളം പൊക്കി വഴിയുണ്ട്. പോതുവാ. ഓക്കെ, വെള്ളം മതി ഇത്. ഓക്കെ മച്ചാന്മാരെ, ഇതൊരു കിടില ഐറ്റം ആണ്. നിങ്ങൾ നോക്കിക്കോണം ഈ സംഭവം. അണ്ണാ എന്നെ ഇളക്കുമ്പോ അണ്ണൻ തമിഴ്നാടാണ്. അണ്ണാ നിങ്ങളെന്നെ പേരെന്നെ അബ്ബാസ് അണ്ണനാണ് നമുക്ക് വേണ്ടി ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയത്. ഈ ബിരിയാണിയുടെ രഹസ്യം ഇന്ന് നിങ്ങൾ ഇത് അറിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി മച്ചാന്മാരെ. അപ്പോഴത്തേക്ക് അടിപൊളിയാണ്. ഇനി അപ്പൊ അണ്ണ അടുത്ത തന്നെ തട്ടുന്നോ? ഇഞ്ചി പൂണ്ട് തട്ടണമാ. ഓക്കെ, അപ്പൊ വേണ്ട ഇഞ്ചി ഇവിടെ ഇരിക്കൊണ്ട് അടുത്ത ഇഞ്ചി അന്ന് തട്ടിക്കോ, ഞാൻ ഇളക്കാം. അപ്പൊ ഇഞ്ചി നമ്മൾ തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഇഞ്ചി തട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ നമ്മുടെ ബിരിയാണി ചെമ്പിനകത്തോട്ട് തക്കാളിയും നമ്മുടെ പച്ചമുളകും തട്ടാൻ പോവാണ്. അണ്ണൻ അന്യായ ഇളക്കാണ് വെച്ചവരെ അണ്ണൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ 10 രൂപ ബിരിയാണിയിലെ ഏറ്റവും കീഴിലെ ഐറ്റമാണ് തൈര്. ഓക്കെ, തൈര്, ഉപ്പ്, പിന്നെ അണ്ണ മല്ലിപ്പുതിന. ഓക്കെ, സംഗതി കീടു തന്നെ അണ്ണാ, കീടു തന്നെ അണ്ണൻ ഇളക്കിയോ. ഇവരെ നമ്മുടെ 10 രൂപ ബിരിയാണിയിൽ തക്കാളി വരങ്ങർക്ക് തേവയാണ് തണ്ണി അങ്ങോട്ട് പോടട്ടെ അണ്ണാ. അപ്പൊ ഓടിക്കും. അപ്പൊ നമ്മുടെ സാധനങ്ങളെല്ലാം ഇട്ട് നമ്മുടെ തക്കാളി വേവാൻ വേണ്ടിട്ട് നമുക്ക് മൂടി ഒന്ന് വെച്ച് അടച്ചു വെക്കാം കേട്ടോ. അപ്പൊ അണ്ണാ ചിക്കൻ പോടുമാ? ചിക്കൻ പോട്. ഓക്കെ ബാസണ്ണ ഇങ്ങ വാണ്ണ എന്നാ ഇളക്കിക്കോ. അപ്പൊ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ആവശ്യമുള്ള ഒരു ചെമ്പ് വെള്ളം എന്നാ ഫുള്ള് ഒഴിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ മസാലക്കൂട്ട് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അബ്ബാസണ്ണ അടുത്ത അരി ബസ്മതി അരി പോടാം. അണ്ണ പൊക്കണ്ണ. ഓ എന്റെ പൊന്നെ, അണ്ണ ഒറ്റയ്ക്ക് പൊക്കി. തട്ടിക്കോ, ഇങ്ങോട്ട് തിരിഞ്ഞ് തട്ടുങ്കോ. ഇളക്കട്ടെ അണ്ണ. അങ്ങനെ നമ്മുടെ ബസ്മതി അരിയും കൂടെ നമ്മൾ തട്ടിയിട്ടിട്ടുണ്ട്. ഒരു ചെമ്പ് ബിരിയാണിക്കുള്ള സാധനങ്ങളായിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി അടച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നമ്മളിതേ മൂടിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ ബിരിയാണി താഴെ ഒരു ഇരുമ്പ് പ്ലേറ്റ് ഒക്കെ വെച്ച് റെഡി ആയിട്ടുണ്ട്. ദമ്മൊക്കെ ചെയ്തു. അബ്ബാസണ്ണേ പൊട്ടിക്കാം. പൊട്ടിക്കോ. ഓ എന്റെ പൊന്ന് മച്ചാന്മാരെ, നമ്മുടെ ചിക്കൻ ബിരിയാണി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ചെന്നൈ സ്റ്റൈല് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ഇങ്ങടുത്ത എണ്ണ നമ്മുടെ ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് ഒരു ഇച്ചിരി ലേശം മതിയേ. അപ്പൊ ഇനിയാണ് നമ്മുടെ ടിസ്റ്റ്. ഇത് എന്താണ്, എങ്ങനാണ്, എന്തായിരുന്നു നമ്മുടെ കഴിഞ്ഞ പരിപാടിയിലൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. അബ്ബാസണ്ണ നല്ല ഇരിക്കാ? കണ്ടിപ്പാ. അപ്പൊ അബ്ബാസ് അണ്ണനെ നമ്മുടെ ബിരിയാണിയൊക്കെ വെച്ച് ഇവിടെ ഇതിന്റെ ഒരു ചെറിയ പരിപാടി നടത്തുന്ന വേറെ ആരുമല്ല. അണ്ണ മതി ഒരു ചിക്കൻ. നമ്മുടെ ഈ ഒരു അച്ഛനാണ്. അച്ഛാ സുഖമല്ലേ അച്ഛാ? സുഖമാണോ? അച്ഛന് സുഖമാണ്. അപ്പൊ നമ്മൾ ഇനിയാണ് ഇതിന്റെ ട്വിസ്റ്റ് എന്താണെന്ന്, ഈ ബിരിയാണിന്റെ ട്വിസ്റ്റ് എന്താണെന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞങ്ങൾ ഇന്നലെ നടത്തിയ പരിപാടി